ഹലോ എവറി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫാർമ ഇൻസൈറ്റ്സ് ബൈ നന്ദന. സോ നമ്മൾ ഫാർമക്കോളജിയുടെ സെക്ഷനാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഓൾറെഡി ലോക്കൽ അനസ്തെറ്റിക്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. സോ നമുക്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്കെൽട്ടൽ മസിൽ റിലാക്സൻ്റ് ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അതിൽ നിന്ന് എന്താണെന്ന് വെച്ചാൽ സ്കെൽട്ടൽ മസിൽ റിലാക്സൻസുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഓൾ ഇന്ത്യ ലെവലിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവലിലോ ഒക്കെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്കെൽട്ടൽ മസിൽ റിലാക്സനുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് ഫെമിലിയർ ആയിട്ട് ഇരിക്കുവാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് വരുന്ന എക്സാമിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ അതിന് മുന്നേ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. സോ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ നോട്ടിഫിക്കേഷനും കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മളിനി ഫാർമക്കോളജി ഓരോരോ ടോപ്പിക്ക് എടുത്തെടുത്ത് അതിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഫാർമക്കോളജിയുടെ തന്നെ ഇതിനിടയ്ക്ക് ഞാൻ സമയം കിട്ടുമ്പോൾ ഫാർമക്കോളജിയിൽ തന്നെ ചോദിച്ചിട്ടുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്ത് വയ്ക്കാം. അതിനൊപ്പം തന്നെ നമുക്ക് മറ്റുള്ള സബ്ജക്റ്റോടെയും പയ്യെ സ്റ്റാർട്ട് ചെയ്ത് പോകാം. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്കെൽട്ടൽ മസിൽ റിലാക്സൻസ് ആണ് കേട്ടോ. സോ സ്കെൽട്ടൽ മസിൽ റിലാക്സൻസിലെ ക്ലാസിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞിട്ട് പോവുള്ളൂ, കാരണം നമുക്ക് ബാക്കിയുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സൊക്കെ ഡിസ്കസ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഒത്തിരി ടൈം എടുക്കും വീഡിയോയ്ക്ക്. സോ നമ്മൾ ജസ്റ്റ് നിങ്ങൾക്ക് ക്ലാസിഫിക്കേഷൻ ഓൾറെഡി അറിയാമായിരിക്കുമല്ലോ. സ്കെൽട്ടൽ മസിൽ റിലാക്സൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ ഒന്ന് പെരിഫറലി ആക്റ്റീവ് മെഡിക്കേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതുപോലെ പെരിഫറലി ആക്റ്റീവ് മെഡിക്കേഷനിൽ തന്നെ ഡയറക്റ്റ് ആക്റ്റീവ് മെഡിക്കേഷനാണ് ഈ പറഞ്ഞ ഡാൻട്രോളിനും ക്വിനിനും വരിക. പിന്നെയുള്ള നോൺ ഡീപോളറൈസിങ് ബ്ലോക്കേഴ്സ് ഉണ്ടായിരിക്കും, ഡീപോളറൈസിങ് ബ്ലോക്കർ ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഡീപോളറൈസ് ചെയ്തിട്ട് ബ്ലോക്ക് ചെയ്യുന്നവർ സക്സിനിൽ കൊളൈൻ, ഡെക്കാമെഥോണിയാണ് വരിക. ഈ സക്സിനിൽ കൊളൈൻ എന്ന് പറഞ്ഞതിൻ്റെ പേര് നിങ്ങൾ ഓർത്ത് വയ്ക്കുക, സക്സാമെഥോണിയം അല്ലെങ്കിൽ സക്സിനിൽ കൊളൈൻ രണ്ടും സെയിം തന്നെയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നോൺ ഡീപോളറൈസിങ് ബ്ലോക്കർ തന്നെയാണ് കോമ്പറ്റീറ്റീവ് ബ്ലോക്കേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ കോമ്പറ്റീറ്റീവ് ബ്ലോക്കേഴ്സിൽ വരുന്ന ലോങ് ആക്ടിംഗ് ഉണ്ട്, ഇൻ്റർമീഡിയറ്റ് ആക്ടിംഗ് ഉണ്ട്, ഷോർട്ട് ആക്ടിംഗ് ഉണ്ട്. ലോങ് ആക്ടിങ്ങിനാണ് ഡീറ്റ്യൂബോക്യുറാൻ, പാങ്കുറോണിയം, ഡോക്സാക്യൂരിയം, പൈപ്പ് കുറോണിയം. ഓക്കെ, അത് ഇൻ്റർമീഡിയറ്റ് ആക്ടിംഗ് ഡ്രഗ്സ് കണ്ടല്ലോ, വെക്കുറോണിയം, അട്രാക്യൂരിയം, സിസട്രാക്യൂരിയം, റൊക്കുറോണിയം, റപ്പാക്യൂറോണിയം. ഷോർട്ട് ആക്ടിംഗ് ഒറ്റ ഡ്രഗേ ഉള്ളൂ, ദാറ്റ് ഇസ് മിവാക്യൂരിയം. അതുകൊണ്ട് ഇതിന് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക കേട്ടോ. അടുത്ത് സെൻട്രലി ആക്ടിങ്, ഇത് പെരിഫറലി ആക്ടിങ് സ്കെൽട്ടൽ മസിൽ റിലാക്സൻ്റ് ആണ്. ഓക്കെ, അടുത്ത് സെൻട്രലി ആക്ടിങ് സ്കെൽട്ടൽ മസിൽ റിലാക്സൻ്റ് ഏതൊക്കെയാണ് വരിക? മെഫിനസിൻ കൺജനസിൽ കാരിസോപ്രഡോൾ ഉണ്ട്, ക്ലോർസോക്സസോൺ ഉണ്ട്, ക്ലോർമെസനോൺ ഉണ്ട്, അതുപോലെ മിതോകാർബമോൾ ഉണ്ട്. ഓക്കെ, ബെൻസോഡയസെപ്പിനിൽ വരുന്നതാണ് ഡയസെപ്പാം, അങ്ങനത്തെ വരുന്ന ബെൻസോഡയസെപ്പിൻസ് എല്ലാം തന്നെ വരുന്നുണ്ട്. ഗാബാമിമറ്റിക്കിൽ ബാക്ലോഫിൻ വരുന്നുണ്ട്, തയോകൊൾച്ചിക്കോസൈഡ് വരുന്നുണ്ട്, സെൻട്രൽ ആൽഫ 2 അഗോണിസ്റ്റ്. ഓക്കെ, അതിൽ വരുന്നതാണ് ടിസാനിഡിൻ എന്നുള്ളൊരു ഡ്രഗ്. ഓക്കെ, സോ ഇതിൽ ഒരു ഡ്രഗും കൂടി വരുന്നുണ്ട്, റിലുസോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡ്രഗ് കൂടി നമ്മൾ ഇതിൽ നോട്ട് ചെയ്യണം കേട്ടോ. ഇതിൽ കണ്ടില്ല ഞാൻ, ഇതിൽ റിലുസോൾ എന്ന് പറയും. 1 മിനിറ്റ്. ഓക്കെ, റിലുസോൾ. ഓക്കെ, റിലുസോൾ എന്ന് പറഞ്ഞൊരു ഡ്രഗ് കൂടി നമ്മളിതിൽ വരുന്നുണ്ട്. ഓക്കെ, ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇൻഹിബിറ്റിംഗ് ദ ഗ്ലൂട്ടാമേറ്റ് റിലീസ് ഇൻഹിബിറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഡ്രഗ്സ് ആണ് കേട്ടോ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ, അതായത് ഈ സ്കെൽട്ടൽ മസിൽ റിലാക്സൻ്റ് ഏത് സ്കെൽട്ടൽ മസിൽ റിലാക്സൻ്റാണ് ഗ്ലൂട്ടാമേറ്റ് സിന്തസിസിനെ അല്ലെങ്കിൽ ഗ്ലൂട്ടാമേറ്റ് റിലീസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ട് എയിംസിന് എക്സാമിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, സോ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നമ്മൾ കേൾക്കുമ്പോൾ ഈ ഡ്രഗിൻ്റെ പേര് അത്ര പരിചിതമല്ലല്ലോ, അപ്പോൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരാം അല്ലേ. സോ റിലുസോൾ ആണ് അതിൻ്റെ ഡ്രഗ് വരുന്നത്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സോ ഞാൻ ഇതിൽ ഇപ്പോൾ പറയുന്നതിൽ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാത്രമായിട്ടോ ഞാൻ പറഞ്ഞിട്ട് പോകുന്നത്. ഓക്കെ, ഇത് ജസ്റ്റ് ക്ലാസിഫിക്കേഷൻ മനസ്സിലായല്ലോ. ഓക്കെ, ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ അടുത്ത് നോക്കാം. ഓക്കെ, ഇത്തിരി വലുതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡീപോളറൈസിങ് ന്യൂറോമസ്കുലർ ബ്ലോക്കർ? ഓക്കെ, ഡീപോളറൈസിങ് ന്യൂറോമസ്കുലർ ബ്ലോക്കർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എയിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ള ക്വസ്റ്റ്യൻ ആണിത്. വെക്രോണിയം, റൊക്കുറോണിയം, സക്സിനിൽ കൊളൈൻ, അട്രാക്യൂരിയം. സോ ഇത്രയും ഓപ്ഷൻസാണ് നമുക്ക് ഉള്ളത് അല്ലേ. സോ ഇതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഡീപോളറൈസിങ് ബ്ലോക്കർ കറക്റ്റായിട്ട് മനസ്സിലാക്കുക, നോൺ ഡീപോളറൈസിങ് ബ്ലോക്കറും നമ്മൾ കറക്റ്റായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കണം. ആ ക്ലാസിഫിക്കേഷൻ അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഡീപോളറൈസിങ് ബ്ലോക്കറായിട്ട് നമുക്ക് വന്നേക്കുന്നത് ഏതൊക്കെയാണ്? സക്സിനിൽ കൊളൈനും ഡെക്കാമെഥോണിയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, സോ ആ ഒരു കേസിൽ നമുക്കിവിടെ എന്ത് മനസ്സിലാക്കാം? ഇതിൽ ഏതാ തന്നിരിക്കുന്നത്? സക്സിനിൽ കൊളൈൻ അല്ലേ, അതാണ് അതിൻ്റെ ഡീപോളറൈസിങ് ബ്ലോക്കറായിട്ടുള്ള ഡ്രഗ് വരുന്നത്. ഓക്കെ, സോ അതുപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അപ്പോൾ ഇതിൽ ആൻസർ കൂടിയും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്ത് വന്നേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 1 മിനിറ്റ്. ഓക്കെ, അടുത്ത് വന്നിരിക്കുന്നത് വാട്ട് മസിൽ റിലാക്സൻ ഹാസ് ആൻ ആക്റ്റീവ് മെറ്റബോളൈറ്റ് വിത്ത് ഹാഫ് ലൈഫ് ട്വൈസ് ദാറ്റ് ഓഫ് പാരന്റ് കോമ്പൗണ്ട്.
ഓക്കെ. സോ റൊക്കുറോണിയം, വെക്കുറോണിയം, പാൻകുറോണിയം ആൻഡ് അട്രാക്യൂരിയം. ഓക്കെ, ഇങ്ങനെ 4 ഓപ്ഷനുള്ളത്. അതിൻ്റെ മെറ്റബോളൈറ്റിൻ്റെ ഹാഫ് ലൈഫ് എന്നുള്ളത് പാരൻറ്റ് കോമ്പൗണ്ടിൻ്റെ ഹാഫ് ലൈഫിനേക്കാളും എന്താണ് ട്വൈസ് ആണ്. ഓക്കെ, സോ ആ ഒരു കേസിൽ എന്താ ലോങ്ങസ്റ്റ് ആക്ടിങ് മെഡിക്കേഷൻ ആയിട്ട് മാറും. ഒത്തിരി ലോങ് ആക്ടിങ് ആവില്ലേ. സോ പ്രൊലോങ് ആക്ഷൻ ഓഫ് ഡ്യൂറേഷൻ, അല്ലെങ്കിൽ നമ്മുടെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഒത്തിരി പ്രൊലോങ്ഡ് ആവും. അപ്പോൾ നമ്മൾ ഡോസ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ന്യൂറോമസ്കുലർ ഒത്തിരി നേരത്തേക്ക് ന്യൂറോമസ്കുലർ ബ്ലോക്കേഡ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഡ്രഗാണ് അല്ലേ. സോ ദാറ്റ് ഈസ് വെക്കുറോണിയം ആണ് എൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. വെക്കുറോണിയം, ഓപ്ഷൻ ബി വെക്കുറോണിയം ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഡ്രഗ് കോസസ് മാലിഗ്നൻറ്റ് ഹൈപ്പർതെർമിയ അല്ലേ. അത് എപ്പോഴും മിക്കുന്ന ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിൻ്റെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് ഗവൺമെൻറ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. മാലിഗ്നൻറ്റ് ഹൈപ്പർതെർമിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഏത് ഡ്രഗാണ് കോസ് ചെയ്യുന്നത് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് വന്നിരിക്കുന്നത് അട്രാക്യൂരിയം വന്നിട്ടുണ്ട്, സക്സനൈൽ കൊളൈൻ വന്നിട്ടുണ്ട്, ബാക്ലോഫെൻ ഉണ്ട്, ഡയസപ്പാം ഉണ്ട്. ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ മാലിഗ്നൻറ്റ് ഹൈപ്പർതെർമിയ ഉണ്ടാക്കുന്ന ഡ്രഗ് ഏതാണ്? ഓപ്ഷൻ ബി സക്സനൈൽ കൊളൈൻ. സോ മാലിഗ്നൻറ്റ് ഹൈപ്പർതെർമിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സൈഡ് എഫക്റ്റ് ആണ്. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ സക്സനൈൽ കൊളൈന് ഈ നമ്മൾ മാലിഗ്നൻറ്റ് ഹൈപ്പർതെർമിയ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഹാലോത്തേൻ എന്ന് പറയുന്ന ഡ്രഗ്, ദാറ്റ് ഇസ് ജനറൽ അനസ്തെറ്റിക്, ഇതിന് മാലിഗ്നൻറ്റ് ഹൈപ്പർതെർമിയ ഒരു സൈഡ് എഫക്റ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഈ എന്താണ് ആൻറ്റിസൈക്കോട്ടിക്സ് ഇല്ലേ, അതിൽ നമുക്ക് ആൻറ്റിസൈക്കോട്ടിക് മെഡിക്കേഷനിൽ നമുക്ക് എന്താണ് മാലിഗ്നൻറ്റ് ഹൈപ്പർതെർമിയ ഒരു ന്യൂറോമസ്കുലർ മാലിഗ്നൻറ്റ് ഹൈപ്പർതെർമിയ എന്ന് പറയും. സോ മാലിഗ്നൻറ്റ് ഹൈപ്പർതെർമിയ നമുക്ക് ഉണ്ടാകും സൈഡ് എഫക്റ്റ് ആയിട്ട് ആൻറ്റിസൈക്കോട്ടിക് ഡ്രഗ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക. അങ്ങനെ 3 ഡ്രഗ്സ് ആണ് ഈ മാലിഗ്നൻറ്റ് ഹൈപ്പർതെർമിയ സൈഡ് എഫക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ ആ ഒരു പേരൊന്ന് ഓർത്ത് വെച്ചാൽ നമുക്കത് കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഓക്കെ, ഇതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് വിച്ച് സ്കെൽട്ടൽ മസിൽ റിലാക്സൻ അണ്ടർഗോസ് ഹോഫ്മാൻ എലിമിനേഷൻ. എയിംസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ, എയിംസ് ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അട്രാക്യൂരിയം, പാൻകുറോണിയം, വെക്കുറോണിയം, സക്സനൈൽ കൊളൈൻസ്. ഓക്കെ, സോ ഹോഫ്മാൻ എലിമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഹോഫ്മാൻ എലിമിനേഷൻ മെയിനായിട്ട് ഓർത്ത് വയ്ക്കുക. 2 ഡ്രഗാണ് ഹോഫ്മാൻ എലിമിനേഷൻ അല്ലെങ്കിൽ ഹോഫ്മാൻ ഡീഗ്രഡേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് വഴി നമ്മൾ എന്താണ് എലിമിനേഷൻ നടക്കുന്നത്. ഓക്കെ, ഇത് സ്പോണ്ടേനിയസ് ഡീഗ്രഡേഷൻ പ്രോസസ്സാണ്, പ്ലാസ്മയിൽ വെച്ച് നടക്കുന്നതാണ്. ഓക്കെ, അതാണ് അതുകൊണ്ട് എന്താകും പെട്ടെന്ന് അതിൻ്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഇൻ്റർമീഡിയറ്റ് ഡ്യൂറേഷൻ ഓഫ് ആക്ഷനാണ് ഈ ഡ്രഗ്സിന് ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, സോ ആ ഡ്രഗ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്നാമത്തെ ഡ്രഗാണ് അട്രാക്യൂരിയം. ഓക്കെ, ഒന്നാമത്തെ ഡ്രഗാണ് അട്രാക്യൂരിയം, അത് ഓർത്ത് വയ്ക്കുക. രണ്ടാമത്തെ ഡ്രഗ് ഏതാണ്? സിസട്രാക്യൂരിയം. ഓക്കെ, ഒന്ന് അട്രാക്യൂരിയം, രണ്ടാമത്തെ സിസട്രാക്യൂരിയം ആണ് വരിക. ഓക്കെ, ഈ 2 ഡ്രഗ്സുമാണ് ഹോഫ്മാൻ ഡീഗ്രഡേഷൻ പ്രോസസ്സ് അണ്ടർഗോ ചെയ്യുന്ന ഡ്രഗ്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ഡ്രഗ് ഓഫ് ചോയ്സ് ഇൻ സ്പാസ്റ്റിസിറ്റി ഡ്യൂ ടു സ്പൈനൽ കോഡ് ഇഞ്ചുറി എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ എൻ്റെ ഓപ്ഷൻ നോക്കാം. ഓക്കെ, ഓപ്ഷൻസ് വന്നിരിക്കുന്നത് എന്താണ്? സക്സനൈൽ കൊളൈൻ, ബാക്ലോഫെൻ, അട്രാക്യൂരിയം, പാങ്കുറോണിയാണ്. ഇതിൻ്റെ ആൻസർ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ആൻസർ ബി ആണ്, ദാറ്റ് ഈസ് ബാക്ലോഫെൻ ആണ് വരിക. ബാക്ലോഫെൻ നമുക്ക് പഠിക്കാണ്ട് ദാറ്റ് ഈസ് ഗാബ ബി അഗോണിസ്റ്റ് ആണ്, സെൻട്രലി ആക്ടിങ് സ്കെൽട്ടൽ മസിൽ റിലാക്സൻ്റ് ആണ്. ഇത് ഓർത്ത് വയ്ക്കാം. ചിലപ്പോൾ നമുക്ക് ബാക്ലോഫെൻ ഗാബ എ ആണോ ഗാബ ബി ആണോ എന്നൊക്കെ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അത് ഓർക്കാൻ എളുപ്പമാണ്. ഗാബ ബി ആണല്ലേ, ബി ഫോർ ബാക്ലോഫെൻ എന്ന് ഓർത്താൽ മതി. ദാറ്റ് ഈസ് ബാക്ലോഫെൻ ഈസ് എ ഗാബ ബി അഗോണിസ്റ്റ്, ആൻറ്റഗോണിസ്റ്റ് അല്ലാതെ അഗോണിസ്റ്റ് ആണ്. സോ ആ ഒരു ഡ്രഗ് നമ്മൾ ഈ പറഞ്ഞ പോലെ സ്പാസ്റ്റിസിറ്റി, ന്യൂറോമസ്കുലർ ബ്ലോക്കേഡ്സ്, എങ്ങനെയാണ് സ്പാസ്റ്റിസിറ്റി ഉണ്ടാകുന്നത്? ദാറ്റ് ഈസ് സ്പൈനൽ കോഡ് ഇഞ്ചുറി, ലീഷൻസ് ഒക്കെ വരുമ്പോഴാട്ടോ ഉണ്ടാകുന്നത്. ആ ഒരു കണ്ടീഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഡ്രഗാണ്, ദാറ്റ് ഈസ് ബാക്ലോഫെൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സെൻട്രലി ആക്ടിങ് മസിൽ റിലാക്സൻറ്റ്? ഡാൻഡ്രോളിൻ, ബാക്ലോഫെൻ, സക്സനൈൽ കൊളൈൻ, വെക്കുറോണിയം. സോ ഇത് ഈസി ക്വസ്റ്റ്യൻ ആണ്. സെൻട്രലി ആക്റ്റീവ് മെഡിക്കേഷൻ അതാണ് ചോദിച്ചിരിക്കുന്നത്, ബാക്ലോഫെൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഷോർട്ടസ്റ്റ് ആക്ടിങ് നോൺ ഡീപോളറൈസിങ് മസിൽ റിലാക്സൻറ്റ്. ഓക്കെ, വെക്കുറോണിയം, മിവാക്യൂരിയം, പാങ്കുറോണിയം, റൊക്കുറോണിയം. ഷോർട്ടസ്റ്റ് ആക്ടിങ് ആണ്. നമുക്കൊരു ക്ലാസിഫിക്കേഷൻ തന്നെ പഠിക്കാണ്ട്. ഷോർട്ടസ്റ്റ് ആക്ടിങ് ഏതാണ്? മിവാക്യൂരിയം. ഓക്കെ, മിവാക്യൂരിയാണ് ഷോർട്ടസ്റ്റ് ആക്ടിങ് മെഡിക്കേഷനായിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് മസിൽ റിലാക്സൻ റിലീസസ് ഹിസ്റ്റമിൻ പ്രൊമിനൻ്റ്ലി? ഓക്കെ, ജിപ്മറി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അട്രാക്യൂരിയം, സക്സനൈൽ കൊളൈൻ, പാങ്കുറോണിയം, റൊക്കുറോണിയം. സോ താഴെ പറഞ്ഞതിൽ ഏതാണ് കൂടുതൽ ഹിസ്റ്റമിൻ റിലീസ് ചെയ്യുന്നത്? സോ ഇതിൻ്റെ ഒരു മെയിൻ സൈഡ് എഫക്റ്റ് ആണ് ഹിസ്റ്റമിൻ റിലീസ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, സോ ഈ സ്കെൽട്ടൽ മസിൽ റിലാക്സൻ്റെ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഹിസ്റ്റമിൻ റിലീസ് ചെയ്യുന്നത് ആരാണെന്ന് വെച്ചാൽ അട്രാക്യൂരിയാണ് കേട്ടോ. ഓപ്ഷൻ എ, അട്രാക്യൂരിയാണ് ഏറ്റവും കൂടുതൽ ഹിസ്റ്റമിൻ റിലീസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹിസ്റ്റമിൻ റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് അതനുസരിച്ചുള്ള സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവും. മനസ്സിലായോ? അതായത് എന്താണ്, ഇച്ചിങ് ഉണ്ടാവും, അതുപോലെ
അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സൈഡ് എഫക്റ്റ് ഹിസ്റ്റമിൻ റിലീസ് ചെയ്യുമ്പോൾ ഹൈപ്പോടെൻഷൻ ഉണ്ടാകും, ബ്രോങ്കോസ്പാസം, അങ്ങനത്തെ സൈഡ് എഫക്റ്റുകളൊക്കെ നമുക്ക് ഉണ്ടാവും. ഓക്കെ, സോ അതാണ് മെയിൻ ഡ്രഗ് അട്രാക്യൂരാണ്. ഇത് കൂടാതെ തന്നെ ഡിറ്റ്യൂബോകുരാനിൻ ഉണ്ടാക്കുന്നുണ്ട് മിവാക്യൂരിയോ. ഓക്കെ, ഈ 3 ഡ്രഗ്സ് ഓർത്ത് വയ്ക്കുക. ഹിസ്റ്റമിൻ റിലീസ് വരുമ്പോഴത്തേക്കും ഈ 3 ഡ്രഗ്സാണ് ഹിസ്റ്റമിൻ റിലീസ് ചെയ്യുന്നത്. അതിൽ തന്നെ ഈ 2 ഡ്രഗ്സ് കാർഡിയോവാസ്കുലർ സൈഡ് എഫക്റ്റ് ഉള്ള ഡ്രഗ് കൂടെയാണ് ഓർത്ത് വയ്ക്കുക. സീവിയർ സൈഡ് എഫക്റ്റ് ഉള്ള ഡ്രഗാണ് ഡിറ്റ്യൂബോകുരാനും മിവാക്യൂരിയോ. ഓക്കെ, അങ്ങനെ ഓർത്ത് വയ്ക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഡ്രഗ് ഈസ് യൂസ്ഡ് ഫോർ ദ ഇൻറ്റുബേഷൻ ഡ്യൂ ടു ഈസ് റാപ്പിഡ് ഓൺസെറ്റ്? സക്സിനൈകൊളൈൻ, വെക്കുറോണിയം, അട്രാക്യൂരിയം, ട്രോബറാമൈസിൻ. സോ ഇൻറ്റുബേഷൻ പ്രോസസ്സിൽ എയിംസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇൻറ്റുബേഷൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രഗ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, സക്സിനൽ കൊളൈൻ ആണ് യൂസ് ചെയ്യുന്നത്. ബിക്കോസ് റാപ്പിഡ് ഓൺസെറ്റ് ഓഫ് ആക്ഷൻ ആണ്, ലെസ് ദാൻ 60 സെക്കൻഡ്സ് മതി അതിന് ആക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്താണ്? ആൻറ്റിഡോട്ട് ഫോർ ദി മാലിഗ്നന്റ് ഹൈപ്പർതെർമിയ. സോ അതിൻ്റെ ഓപ്ഷൻസ് അട്രോപ്പിൻ, ഡാൻട്രോളിൻ, നിയോസ്റ്റിഗ്മിൻ, നാലോക്സോൺ ആണ്. സോ നമുക്കറിയാം മാലിഗ്നന്റ് ഹൈപ്പർതെർമിയ മെയിൻ സൈഡ് എഫക്റ്റ് ഓഫ് സക്സിനൽ കൊളൈൻ ആണ്. അതിൻ്റെ ആൻറ്റിഡോട്ട് എന്ന് പറയുന്നത് എന്താണ്? ഡാൻട്രോളിനാണ് അല്ലേ? ഡാൻട്രോളിനാണ്. എയിംസിൻ്റെ എക്സാമിന് ഈ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡാൻട്രോളിനാണ് അതിൻ്റെ ഒരു മെയിൻ ആൻറ്റിഡോട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ 100% ഓക്സിജനും കൊടുക്കണം. നമ്മൾ എന്തെങ്കിലും അസിഡോസിസ് കൺട്രോൾ ചെയ്യുകയും വേണം ആ ഒരു കേസിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, വിച്ച് മസിൽ റിലാക്സൻ്റ് ഈസ് സേഫ് ഇൻ റീനൽ ഫെയിലർ? ഓക്കെ, പാങ്കുറോണിയം, റൊക്കുറോണിയം, അട്രാക്യൂരിയം, പൈപ്കുറോണിയംസ്. ഓക്കെ, സോ ഇതാണ് ഓപ്ഷൻസ്. നമുക്കൊരു കാര്യം മനസ്സിലാക്കുക, സേഫസ്റ്റ് ഡ്രഗ് ഇൻ റീനൽ ഫെയിലർ എന്ന് പറയുന്നത് വെക്കുറോണിയാണ് കേട്ടോ. വെക്കുറോണിയാണ് ഏറ്റവും സേഫസ്റ്റ് മെഡിക്കേഷൻ ആയിട്ട് വരിക. പക്ഷേ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ അതില്ലല്ലോ. സോ അതിൽ വരുന്നത് ഓപ്ഷൻ സി ആണ്, അട്രാക്യൂരിയാണ് ഇതിൻ്റെ സേഫസ്റ്റ് മെഡിക്കേഷൻ ആയിട്ട് വരിക. കാരണം എന്താണെന്ന് വെച്ചാൽ അട്രാക്യൂരിയം ഞാൻ ഓൾറെഡി പറഞ്ഞു, അത് അണ്ടർഗോ ചെയ്യുന്ന എന്താണ്? ഹോഫ്മാൻ ഡിഗ്രഡേഷൻ എന്നുള്ളൊരു പ്രോസസ്സ് വഴിയാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് അത് ഇങ്ങനെ എന്ത് ചെയ്യുക, അത് പോകുന്നത് അല്ലേ? റീനൽ എലിമിനേഷൻ അല്ല, സോ സ്പോണ്ടേനിയസ് ഹോഫ്മാൻ ഡിഗ്രഡേഷൻ പ്രോസസ്സ് വഴിയാണ് അത് എലിമിനേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ആ ഒരു കേസിൽ ഇത് എന്താണ്? റീനൽ ഫെയിലർ ഉണ്ടാക്കുന്നില്ല. മനസ്സിലാവും? റീനൽ എലിമിനേഷൻ അല്ല ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് റീനൽ ഫെയിലർ ഉണ്ടാക്കുന്നില്ല. സോ അട്രാക്യൂരിയാണ് അതിൻ്റെ ആൻസറായിട്ട് നമുക്ക് ഇന്ന് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. വിച്ച് ഡ്രഗ് പ്രൊഡ്യൂസസ് ഫേസ് ടു ബ്ലോക്ക് ആഫ്റ്റർ പ്രൊലോങ്ഡ് യൂസ്? ഓക്കെ, എയിംസിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ഓപ്ഷൻസ് വെക്കുറോണിയം ഉണ്ട്, സക്സിനൈകൊളിൻ, ഡാൻട്രോളിൻ, ഡയസപ്പാമാണ് വന്നിരിക്കുന്നത്. സോ ഫേസ് 1 ബ്ലോക്ക്, ഫേസ് 2 ബ്ലോക്ക് ഇതൊക്കെ നമുക്ക് പഠിക്കാണ്ട്. സക്സിനൈകൊളിനാണ് ഉണ്ടാക്കുന്നത്. ഇനിഷ്യൽ അത് ഓൾറെഡി അറിയാലോ. എറ്റിപ്പിക്കൽ, അതുപോലെ തന്നെ പഠിക്കാനുള്ള എറ്റിപ്പിക്കൽ എന്താണ് സൂഡോകൊളിനെസ്ട്രേസ് ഉള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു മെയിൻ എന്താണ് ജനറ്റിക് ഡിഫക്റ്റ് ആണല്ലോ. ആ ഡിഫക്റ്റ് ഉള്ളവർക്ക് സക്സിനൈകൊളിൻ ഉണ്ടാക്കുന്ന എന്താണ്? സക്സിനൈകൊളിൻ അപ്നിയ അല്ലേ? സക്സിനൈകൊളിൻ അപ്നിയ. ഓക്കെ, സോ ആ ഒരു കാര്യം കൂടി നോക്കുക കേട്ടോ. പ്രൊലോങ്ഡ് സക്സിനൈകൊളിൻ അപ്നിയ എന്നുള്ളൊരു അവസ്ഥ വരുന്നുണ്ട്. അതൊന്ന് ഓർത്ത് വയ്ക്കുക, അത് പഠിക്കണം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ക്യൂറർ പോയിസണിങ് ഈസ് ട്രീറ്റഡ് ബൈ അട്രോപ്പിൻ, ഫൈസോസ്റ്റിഗ്മിൻ, നിയോസ്റ്റിഗ്മിൻ, ഡയസപ്പാം. ക്യൂറർ പോയിസണിങ്, ക്യൂറർ എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന പോലെ ഡിറ്റ്യൂബോകുരാനിൻ ആ ഒരു ക്ലാസിഫിക്കേഷൻ, കോമ്പറ്റേറ്റീവ് ബ്ലോക്കേഴ്സ് ആ ഒരു ക്ലാസിഫിക്കേഷനാണ് നമ്മൾ നോൺ ഡീപോളറൈസിങ് ബ്ലോക്കർ. ഓക്കെ, സോ ആ ക്ലാസിഫിക്കേഷനുള്ള ഡ്രഗ്സിനാണ് നമ്മൾ ക്യൂറർ ഡ്രഗ്സ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ പോയിസൺ, ലൈക്ക് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിറ്റ്യൂബോകുരാനിൻ ഒരു പേഷ്യന് കൊടുത്തപ്പോൾ ഒത്തിരി കൂടിപ്പോയി, അല്ലെങ്കിൽ അട്രാക്യൂരിയം കൂടിപ്പോയി. ആ ഒരു പോയിസണിങ് വരുമ്പോൾ നമ്മൾ എന്ത് വെച്ച് ട്രീറ്റ് ചെയ്യുന്നത്? അതിന് ഉപയോഗിക്കുന്ന ഡ്രഗാണ് നിയോസ്റ്റിഗ്മിൻ എന്ന് പറയുന്നത്. ഓക്കെ, നിയോസ്റ്റിഗ്മിൻ എന്ന് പറയുമ്പോൾ ആൻറ്റികൊളിനെസ്ട്രേസ് അല്ലേ, അതാണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് എഡ്രോഫോണിയം. ഓക്കെ, ഈ എഡ്രോഫോണിയം, നിയോസ്റ്റിഗ്മിൻ ആണ് ഇതിൻ്റെ ഡ്രഗ് ഓഫ് ചോയ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, അത് നോട്ട് ചെയ്ത് പഠിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, വിച്ച് സ്കെൽട്ടൽ മസിൽ റിലാക്സൻ കോസസ് ഹൈപ്പർ കലീമിയ? ഹൈപ്പർ കലീമിയ ഉണ്ടാക്കുന്ന സ്കെൽട്ടൽ മസിൽ റിലാക്സൻ്റെ ഏതാണ് വരിക? സക്സിനൈകൊളിൻ, അട്രാക്യൂരിയം, പാങ്കുറോണിയം, റൊക്കുറോണിയം. സോ ഹൈപ്പർ കലീമിയ ഉണ്ടാക്കുന്നത് ഈ പറഞ്ഞ പോലെ സക്സിനൈകൊളൈൻ ആണ്. ഓക്കെ, സക്സിനൈകൊളൈൻ ആണ് വരുന്നത്. കാൽഷ്യം എഫ്ലക്സ് ഉണ്ടാവും, ആ വഴിയാണ് ഉണ്ടാകുന്നത്. ഓക്കെ, ഗാബ. അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്താണ്? ഗാബ എ ആക്ടിങ് മസിൽ റിലാക്സൻ്റ് ഏതാണ്? ദാറ്റ് ഈസ് ബാക്ലോഫെൻ, ഡയസപ്പാം, സക്സിനൈകൊളൈൻ, ഡാൻട്രോളിൻ. സോ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഗാബ എ ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. സോ ഗാബ എ ആക്ടിങ്ങും ഗാബ ബി ആക്ടിങ്ങും ഈ സ്കെൽട്ടൽ മസിൽ റിലാക്സൻ്റിൽ വരുന്നുണ്ട്. അപ്പോൾ അതിലൊരു കൺഫ്യൂഷൻ വരാൻ പാടില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു, ബാക്ലോഫെൻ എന്ന് പറയുന്നത് എന്താണ്? ഗാബ ബി ആക്ടിങ് ഡ്രഗ് ആണ് അല്ലേ? സോ ബാക്ലോഫെൻ എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഡയസപ്പാം എന്താണ്? ഗാബ എ ആക്ടിങ്. സോ ഇതിൻ്റെ ആൻസർ ഏതാണ്? ഗാബ എ ആക്ടിങ് ഡയസപ്പാം ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് മസിൽ റിലാക്സൻ അണ്ടർഗോ സ്പോണ്ടേനിയസ് ഡീഗ്രഡേഷൻ ടു ലോഡനോസിൻ? സോ അട്രാക്യൂരിയം, വെക്കുറോണിയം, റൊക്കുറോണിയം, ഡാൻട്രോളിൻ. സോ ഏത് മസിൽ റിലാക്സൻ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് അട്രാക്യൂരിയാണ് കേട്ടോ. അട്രാക്യൂരിയം ഹോഫ്മാൻ ഡീഗ്രഡേഷൻ നടത്തിയിട്ട് ഉണ്ടാകുന്ന ഒരു പ്രൊഡക്റ്റാണ് ലോഡനോസിൻ എന്ന് പറയുന്നത്. ഇതൊരു ആക്റ്റീവ് മെറ്റബോളൈറ്റ് ആണ് അട്രാക്യൂരിയത്തിൻ്റെ. ഓക്കെ, സോ ഇത് മാത്രമേ ഒരേ ഒരു ആക്റ്റീവ് മെറ്റബോളൈറ്റ് ഫോം ചെയ്യുന്നത്, ഹോഫ്മാൻ ഡീഗ്രഡേഷൻ പ്രോസസ്സ്. ഓക്കെ, ഹോഫ്മാൻ ഡീഗ്രഡേഷൻ പ്രോസസ്സ് വഴി നടത്തുന്ന ആക്റ്റീവ് മെറ്റബോളൈറ്റാണ് ലോഡനോസിൻ എന്ന് പറയുന്നത്. ഓക്കെ,
അത് ഓക്കെ അട്രാക്യൂരിയമാണ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്താണ്? ദ ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ ടെറ്റനസ് ഇൻഡ്യൂസ്ഡ് മസിൽ സ്പാസം. ടെറ്റനസ് ഇൻഡ്യൂസ്ഡ് മസിൽ സ്പാസത്തിൻ്റെ ഡ്രഗ് ഓഫ് ചോയ്സ് ഡയസെപ്പാം, സക്സിനൽ കൊളൈൻ, ഡാൻട്രോളിൻ, ബാക്ലോഫെൻസ്. അപ്പോൾ ഇതിൽ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, ഡയസെപ്പാം ആണ് വരുന്നത് ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ ദി ടെറ്റനസ് ഇൻഡ്യൂസ്ഡ് മസിൽ സ്പാസം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്താ നോക്കാം. വിച്ച് ഡ്രഗ് ഈസ് പ്രിഫേർഡ് ഇൻ ഇലക്ട്രോകൺവൾസീവ് തെറാപ്പി ടു പ്രൊവൈഡ് മസിൽ റിലാക്സേഷൻ? ഇത് ജിപ്മറി ചോദിച്ചിട്ടുണ്ട്, എയിംസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. വെക്രോണിയം, സക്സിനൽ കൊളൈൻ, പാൻഗ്രോണിയം, അട്രാക്യൂരിയം. ഓക്കെ, സോ നമ്മൾ ഇലക്ട്രോകൺവൾസീവ് തെറാപ്പിക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്കെൽറ്റൽ മസിൽ റിലാക്സൻ്റ് ആണ് സക്സിനൽ കൊളൈൻ. ഓക്കെ, സക്സിനൽ കൊളൈനാണ് നമ്മളതിന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ലോങ് ആക്ടിങ് നോൺ ഡീപോളറൈസിങ് മസിൽ റിലാക്സൻറ്റ്? ഓക്കെ, ഇത് തന്നിരിക്കുന്ന ഓപ്ഷൻസ് പാൻഗ്രോണിയം, മിവാക്യൂരിയം, റൊക്കുറോണിയം, അട്രാക്യൂരിയം. സോ ലോങ് ആക്ടിങ് മെഡിക്കേഷൻ ഏതാണ് വരുന്നത്? പാൻഗ്രോണിയാണ്. മിവാക്യൂരിയം ഏറ്റവും ഷോർട്ട് ആക്ടിങ് അല്ലേ, പാൻഗ്രോണിയാണ് വരുന്നത്. ബാക്കി രണ്ട് ഇൻ്റർമീഡിയറ്റ് ആക്ടിങ് മെഡിക്കേഷനാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ബാക്ലോഫൻ ടോക്സിസിറ്റി പ്രസൻസ് വിത്ത് ടാക്കികാർഡിയ, റെസ്പിറേറ്ററി ഡിപ്രഷൻ, മസിൽ റിജിഡിറ്റി, മയോസിസ്. സോ ബാക്ലോഫൻ ടോക്സിസിറ്റി ആണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ ദാറ്റ് വിൽ ബി റെസ്പിറേറ്ററി ഡിപ്രഷൻ ആയിരിക്കും. കാരണം നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് എ ഗാബ ബി ആക്ടിവേഷൻ ആണ് നമ്മൾ നടക്കുന്നത്. ഗാബ ബി ആക്ടിവേഷൻ വരുമ്പോഴത്തേക്കും എന്ത് പറ്റും? എക്സസീവ് ഗാബ ബി ആക്ടിവേഷൻ വരുമ്പോഴത്തേക്കും CNS ഡിപ്രഷൻ ഉണ്ടാവും, റെസ്പിറേറ്ററി ഡിപ്രഷൻ ആയിരിക്കും നമുക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, RRBക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആട്ടോ ഇത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ ഫോളോയിങ് ന്യൂറോമസ്കുലാർ ബ്ലോക്കർ ഈസ് ഹൈഡ്രോലൈസ്ഡ് ബൈ പ്ലാസ്മ കൊളൈൻ എസ്ട്രോയിസ്. പ്ലാസ്മ കൊളൈൻ എസ്ട്രോയിസ് വഴി ഹൈഡ്രോലൈസ് ചെയ്യുന്ന ന്യൂറോമസ്കുലാർ ബ്ലോക്കർ ഏതാണ്? മിവാക്യൂരിയം, റൊക്കുറോണിയം, റപ്പാക്കുറോണിയം ആൻഡ് വെക്കുറോണിയംസ്. സോ ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ് വരുന്നത് അല്ലേ, മിവാക്യൂരിയാണ് വരുന്നത്. ഓക്കെ, പ്ലാസ്മ കൊളൈൻ എസ്ട്രോയിസ് വഴിയാണ് ഇതിൻ്റെ എന്താണ് പറയുക ഹൈഡ്രോലൈസ് ചെയ്ത് പോകുന്നത്. സോ അതുകൊണ്ടാണ് ഇത് ഏറ്റവും ഷോർട്ട് ആക്ടിങ് മെഡിക്കേഷനായിട്ട് നിൽക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നതാണ് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ സെൻട്രലി ആക്ടിങ് സ്കെൽറ്റൽ മസിൽ റിലാക്സൻറ്റ്? ടിസാനിഡിൻ, പൈപ്കുറോണിയം, അട്രാക്യൂരിയം, സക്സനിക്കുളിൻ. സോ ഇത് ഈസി അല്ലേ, ടിസാനിഡിൻ ഏത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം. ടിസാനിഡിൻ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് അഗോണിസ്റ്റ് ആണെന്നുള്ളത് ഓർത്ത് വെക്കാം കേട്ടോ. ഇത് α2 അഗോണിസ്റ്റ് ആണ്. ഓക്കെ, ആൻറ്റഗോണിസ്റ്റ് അങ്ങനത്തെ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവേണ്ട. ചിലപ്പോൾ ടിസാനിഡിൻ ഏത് ടൈപ്പ് ഓഫ് ഡ്രഗാന്ന് ചോദിക്കും. α1 അഗോണിസ്റ്റ്, α2 അഗോണിസ്റ്റ്, β1, β2 അങ്ങനെയൊക്കെ തരാം അല്ലേ. സോ ദാറ്റ് ഈസ് α2 അഗോണിസ്റ്റ് ആണ് ടിസാനിഡിൻ. ഓക്കെ, ദസ് മസിൽ റിലാക്സൻ ദാറ്റ് ഈസ് സേഫ് ഇൻ റീനൽ പേഷ്യൻസ്. ഓക്കെ, പേഷ്യൻ വിത്ത് റീനൽ ഡിസീസ്. ഡോക്സാക്യൂരിയം, പാങ്കുറോണിയം, വെക്കുറോണിയം, ഗാലിയം. സോ നമ്മൾ റീനൽ പേഷ്യൻസ് അല്ലെങ്കിൽ റീനൽ ഡിസീസ് ഉള്ള ആൾക്കാർക്ക് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള മസിൽ റിലാക്സൻ്റ് എന്ന് പറയുന്നത് ഏതാണ്? ദാറ്റ് ഈസ് ഓപ്ഷൻ സി ആണ് വരിക. ഓക്കെ, വെക്കുറോണിയാണ് ഏറ്റവും സേഫസ്റ്റ് മെഡിക്കേഷനായിട്ട് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ വെക്കുറോണിയത്തിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയുള്ള പേഷ്യൻസിന് അട്രാക്യൂരിയവും കൊടുക്കാം. അട്രാക്യൂരിയം ഒരു സേഫസ്റ്റ് മെഡിക്കേഷനായിട്ട് റീനൽ ഫെയിലിയറിൽ. ഓക്കെ, അതുപോലെ സിസട്രാക്യൂരിയവും നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഈ 3 ഡ്രഗ്സാണ് റീനൽ ഫെയിലിയറിൽ നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ട ഡ്രഗ്സ്. ഓക്കെ, ഇനി ഞാൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റുകളൂടെയും പറഞ്ഞുതരാം. ഓക്കെ, സോ നിങ്ങൾ ഇത് കൂടാതെ ഓർത്ത് വയ്ക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇപ്പോൾ നമുക്ക് ഷോർട്ടസ്റ്റ് ആക്ടിങ് നിങ്ങളോട് ചോദിക്കുന്നത് ഏറ്റവും ഷോർട്ടസ്റ്റ് ആക്ടിങ് സ്കെൽറ്റൽ മസിൽ റിലാക്സൻ്റ് ആണ് ചോദിക്കണമെങ്കിൽ എന്ന് വെച്ചാൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ആക്ടിങ് സ്കെൽറ്റൽ മസിൽ റിലാക്സൻ്റ് എന്നുള്ള രീതിയിലാണ് നിങ്ങളോട് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത് സക്സിനൽ കൊളൈൻ ആണ്. ഓക്കെ, സക്സിനൽ കൊളൈൻ ആണ് അതിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ആക്ടിങ് സ്കെൽറ്റൽ മസിൽ റിലാക്സൻ്റ്. ഓക്കെ, സപ്പോസ് ഷോർട്ടസ്റ്റ് ആക്ടിങ് ആയിട്ടുള്ള സ്കെൽറ്റൽ മസിൽ റിലാക്സൻ്റ് എന്നല്ല ചോദിക്കുന്നത്, ഷോർട്ടസ്റ്റ് ആക്ടിങ് നോൺ ഡീപോളറൈസിങ് സ്കെൽറ്റൽ മസിൽ റിലാക്സൻ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിൽ, ഓക്കെ, നോൺ ഡീപോളറൈസിങ് സ്കെൽറ്റൽ മസിൽ റിലാക്സൻ്റ് ആണെങ്കിൽ ആൻസർ മിവാക്യൂരി ആയിരിക്കും. ഓക്കെ, മിവാക്യൂരിയം മനസ്സിലായി. ഏറ്റവും ഷോർട്ടസ്റ്റ് ആക്ടിങ് ശരിക്കും പറഞ്ഞാൽ സക്സിനൽ തന്നെയാണ്. പക്ഷേ നോൺ ഡീപോളറൈസിങ് ബ്ലോക്കർ എന്നുള്ള രീതി ചോദിച്ചാൽ മിവാക്യൂരി ആയിട്ട് ആൻസറായിട്ട് വരിക. ഓക്കെ, ഏറ്റവും ലോങ്ങസ്റ്റ് ആക്ടിങ് ആയിട്ടുള്ള സ്കെൽറ്റൽ മസിൽ റിലാക്സൻ്റ് എന്ന് പറയുന്നത് ഡോക്സാക്യൂരിയാണ്. ഓക്കെ, ഡോക്സാക്യൂരിയാണ് വരിക, അത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഡോക്സാക്യൂരിയാണ് വരുന്നത്. ഓക്കെ, സോ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓർത്ത് വയ്ക്കേണ്ടത് ഇതിൽ. ഓക്കെ, പിന്നെ ഉള്ളത് ബാക്കി ഡ്രഗ് ഇൻട്രാക്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ നോക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ റിവേഴ്സൽ ഓഫ് തെറാപ്പി ഓർത്ത് വയ്ക്കണം കേട്ടോ. നിയോസ്റ്റിഗ്മിനും എഡ്രോഫോണിയാണ് റിവേഴ്സൽ ഓഫ് ന്യൂറോമസ്കുലർ ബ്ലോക്കേഡിന് യൂസ് ചെയ്യുന്നത്. പക്ഷേ അതിൽ തന്നെ മിവാക്യൂരിയത്തിനും അട്രാക്യൂരിയത്തിനും റിവേഴ്സലിൻ്റെ ആവശ്യമില്ല. ഓക്കെ, പിന്നെ സുഗമാഡെക്സ് എന്നുള്ള ഒരു ഉണ്ടല്ലോ, അത് നോക്കണം. അതായത് ഈ റൊക്കുറോണിയം വെക്കുറോണിയത്തിനൊക്കെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന IV ആയിട്ട് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ഈ പറഞ്ഞ സുഗമാഡെക്സ്. ഓക്കെ, സുഗമാഡെക്സ്. ഇനി അത് കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ അത് നോക്കിയിട്ട്
നോക്കുക. ഓക്കെ, സുഗമ ഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് സ്കെൽട്ടൽ മസിൽ റിലാക്സൻസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തേക്കുന്നത് കേട്ടോ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് അടിക്കുക, വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് അടിക്കുക. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളും വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു വെരി മച്ച്.